നമസ്കാരം. എൻ്റെ കയ്യിലുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. എൻ്റെ പുസ്തക കളക്ഷനിലെ 1-ാം നമ്പർ പുസ്തകം. ഭഗവത്ഗീത ഒരു ഹിന്ദു പുരാണമായിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു ഗ്രന്ഥമായിട്ടോ ഒന്നും നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. മനുഷ്യജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു ഗംഭീര കൃതിയാണ് ഭഗവത്ഗീത. പണ്ട് ഇ.കെ. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയെ സന്ദർശിക്കാനായി വത്തിക്കാനിൽ പോയിരുന്നു. വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇ.കെ. നായനാർ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നൽകിയത് ഭഗവത്ഗീതയാണ്. ഞാനിപ്പോൾ അത് പറയാൻ കാരണം, നമ്മുടെ കുളമട ആലപ്പാട്ട് ഭദ്രകാളി യോഗീശ്വര ക്ഷേത്രം എല്ലാവർക്കും അറിവുള്ളതാണ്. ക്ഷേത്ര നിർമ്മിതിയിലും പൂജാതി കാര്യങ്ങളിലുമൊക്കെ വളരെ വ്യത്യസ്തതയുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്ന ഒരു ആരാധനാലയമാണ്. അവിടെ ഭഗവത്ഗീത ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലാണ്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഭഗവത്ഗീത ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും. അത് സ്നേഹത്തോടു കൂടി, കരുത്തോടു കൂടി പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടുവാൻ വേണ്ടിയുള്ള ശക്തി ഈ ഉജ്ജ്വല ഗ്രന്ഥം നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ശരിക്കും, പ്രത്യേകിച്ച് സനാതന ധർമ്മ വിചാരത്തിൽ ജീവിച്ചു പോകുന്നവർക്ക്. നമ്മുടെ ശാസ്ത്രം എന്താണെന്ന്, സനാതന ധർമ്മശാസ്ത്രം എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയത്തുമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു നിലവാരത്തിലാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി. പ്രത്യേകിച്ചും നമ്മുടെ സൗത്ത് ഇന്ത്യ, കേരളം. അത് അമിതമായ ഒരു രാഷ്ട്രീയ പ്രസരണത്തിൻ്റെ പേരിലായിരിക്കണം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ. അത്യാവശ്യം നമ്മൾ അറിയാതെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളാണ് ശാസ്ത്ര ഗ്രന്ഥത്തിലുള്ളത്. ഇത് നമുക്ക് ഒരു സ്കൂളുകളിലും പഠിക്കാൻ കിട്ടുന്നതല്ല. മുൻകാലങ്ങളിൽ ഒരു 50 വർഷത്തിന് മുമ്പൊക്കെ ആ കലിയുഗത്തിൽ നമ്മുടെ ധർമ്മം ആചരിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ടായിരുന്നു. ചിലരൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ 50 വർഷത്തിനകത്ത് അതും ഇല്ലാതായില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ, അതായത് മറ്റുള്ള സമഷ്ടിക് മതങ്ങൾ പെടാത്ത നമ്മുടെ കുട്ടികൾ, അവരൊക്കെ പുറത്തോട്ടിറങ്ങി ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കാൻ അവർക്ക് അറിയില്ല. ഒരു കാര്യത്തിന് കുറച്ച് വിഗ്രഹാരാധനകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന മുൻ യുഗത്തിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാലും നമുക്ക് ഇന്നും ആരാധിക്കാം. പക്ഷേ ശരിയായ കലിയുഗ ധർമ്മം പാലിക്കുന്നവർക്ക് വിഗ്രഹത്തിലൂടെ അറിയാൻ കഴിയും. പക്ഷെ അതിനുപോലും ശ്രമിക്കുന്നില്ല. ഹരിനാമ സങ്കീർത്തനം എത്ര പേർക്കറിയാം? അറിയില്ല. കീർത്തനം ഒരു യജ്ഞം. നമുക്ക് ഈ കലിയുഗത്തിലുള്ള യജ്ഞധർമ്മം എന്താണെന്ന് അറിയില്ല. മുൻ യുഗങ്ങളുടെ പലരും കാട്ടിക്കൂടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹരിനാമ സങ്കീർത്തന യജ്ഞം ഇന്നിപ്പം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരും ഗുരുവായൂരിൽ നിന്നുള്ള ജ്ഞാനപ്പാന, പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിലെ തന്നെ ആദ്യത്തെ ശ്ലോകം തന്നെ ഇതാണ്. ശരിക്ക് ഹരിനാമ കീർത്തനം നമ്മുടെ നരജന്മം സഫലമാക്കിയിടാൻ നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഹരിനാമം വന്നുകൊണ്ടേയിരിക്കണമെന്നാണ്. ഇതെത്ര പേർക്കറിയാം? ഇതിനുവേണ്ടി ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ അതൊരു കലിയുഗ ധർമ്മമായി കഴിഞ്ഞു. അതിനുപോലും ആരും ശ്രമിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, മാതാപിതാ ഗുരുദൈവം. മാതാവിലൂടെ ജന്മം എടുക്കുന്നു, അച്ഛനിലൂടെ നമ്മൾ ഗുരുവിനെ സമീപിക്കുന്നു, ഗുരുവിൽ കൂടിയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. എന്തിൻ്റെ വെളിച്ചം? നമ്മൾ ഒരു മാനുഷിക തലത്തിലേക്ക് നമ്മളൊക്കെ മനുഷ്യനാണെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിലൊക്കെ ഇത്തിരിയേറെ മൃഗീയതകളുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പൂർണ്ണമല്ല. അത് നമുക്ക് മനസ്സിലാക്കുന്നതിനും ആ മൃഗീയത ഇല്ലാതാക്കുന്നതിനും ഈ ഹരിനാമ സങ്കീർത്തന യജ്ഞം ഇത് വളരെയേറെ സഹായിക്കും. ഇത് നമ്മളെ ശാസ്ത്രഗ്രന്ഥങ്ങൾ യാതൊരു വർണ്ണ വിവേചനങ്ങളും ഇല്ലാത്ത ഒരു ജാതിമത ചിന്തകൾ, നമ്മളെ ശാസ്ത്രങ്ങളിലൊന്നും ഒരു ജാതിമതം ഒന്നും പറഞ്ഞിട്ടില്ല. 4 വർണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഒരു സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. അറ്റ്ലീസ്റ്റ് ഈ ഭഗവത്ഗീതയെങ്കിൽ ആകെ 700 ശ്ലോകമുള്ളത്. അത് തന്നെ പഠിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും. അത് കണ്ടിന്യൂസ് നമ്മളെ ജീവിതാവസാനം വരെ. ജീവിതാവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കുന്ന നമ്മൾ ആരാണെന്ന്. ഇതിനകത്ത് ജാതി മത വർണ്ണ വിവേചനം ഒന്നുമില്ല. ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ചിന്തയില്ലാതെ ആർക്കും ഇതിനകത്ത് പങ്കെടുക്കാം.
സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ അല്ലെങ്കിൽ ചെറുപ്പ വലുപ്പമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു ക്ലാസ് എന്ന് പറയല്ല, നമ്മൾ ഈ സംസ്കാരം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും അത് അംഗീകരിക്കാതിരിക്കാം. പക്ഷേ എല്ലാവരും ഗഹനമായി ചിന്തിക്കുക. അതിനു മുമ്പ് നമ്മൾ ആ ശാസ്ത്രഗ്രന്ഥം, ഈ 700 ശ്ലോകമുള്ള ഭഗവത്ഗീത ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ച് എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ എന്താണ് മതമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ മതം എന്നൊരു നമ്മുടെ ഒരു ശാസ്ത്രങ്ങളിലും ഒരു മതത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ കലിയുഗത്തിൽ സംഘടിതമായി ആൾക്കാർ വിഘടിച്ച് തമ്മിൽ തല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പേരൊരു പ്രത്യേകത പേര് നമ്മളെ ഭഗവത്ഗീതയായിട്ടൊക്കെ ഒരു വളരെ അടുപ്പമുള്ളൊരു പേരാണ്. ശ്രീ ആലപ്പാട്ട് ഒരു കുടുംബത്തിൻ്റെ ആലപ്പാട്ട് ഭദ്രകാളി യോഗീശ്വര സ്വാമി ക്ഷേത്രം. യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃഷ്ണനാണ്. ഈ യോഗേശ്വരനെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ഭദ്രകാളിയായിട്ടാണ് നമ്മളെ തന്ത്രി അവർ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നത്. അപ്പം ഭഗവത്ഗീത ക്ലാസ്സുകൾ ആരംഭിക്കാനും വേറെ ക്ഷേത്രത്തിൽ നിന്ന് അവകാശപ്പെടാനില്ലാത്ത മാതൃകയാവേണ്ട രീതിയിൽ ഒരു സിറ്റുവേഷൻ നമ്മളിവിടെ ക്രമീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ടൈം എടുക്കും, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും എടുക്കും ശരിയായ രീതിയിൽ എത്താനായിട്ട്. എന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ പേരും നമ്മുടെ ഭഗവത്ഗീതയായിട്ടൊക്കെ ഒരു വല്ലാത്തൊരു ബന്ധമുള്ള രീതിയിലാണ് തോന്നുന്നത്. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, പണ്ഡിതന്മാരൊക്കെ വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പം അവരൊക്കെ വന്നാൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പാകപ്പെടുത്തൽ, ഇവരെയൊക്കെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. അതിനുള്ള ചുമതല ഇപ്പോൾ എനിക്കുള്ളത്. ഞാൻ ഇന്ന് ഗുരുവായൂരിൽ വന്നതാണ്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഇവിടെ വരുന്നുണ്ട്. 6 മണിക്ക് സമയം വെച്ചേക്കുന്നു. ആൾക്കാർ വരട്ടെ. പിന്നെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് അങ്ങോട്ടോ ദിവസമോ ഡേറ്റൊക്കെ മാറ്റാൻ പറ്റും. എന്തായാലും വീക്കിലി വൺ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. പാരിപ്പള്ളിയിൽ കാവടിക്കോണം ആലപ്പാട്ട് ശ്രീ ഭദ്രകാളി യോഗീശ്വര സ്വാമി ക്ഷേത്രം, ഇവിടെ വെച്ച് നമ്മൾ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭഗവത്ഗീത ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4-5 ക്ലാസ് കഴിഞ്ഞു. ശരിക്കും ഭഗവത്ഗീത എന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മതഗ്രന്ഥമല്ല എന്നുള്ളതാണ്. ഇതൊരു മതഗ്രന്ഥമല്ല, ഇത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മഹാഭാരതം, വ്യാസമുനി രചിച്ച മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. അതിൽ ഭീഷ്മപർവ്വത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഭഗവത്ഗീത. കുരുക്ഷേത്രത്തിൽ അർജുനൻ ഒരു ധർമ്മസങ്കടത്തിലായപ്പോൾ അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം അത് എന്താണ്, അദ്ദേഹം ആകെ സ്വജനങ്ങളുടെ ഒരു പക്ഷപാതവും സ്വജനങ്ങളെ കണ്ടിട്ട് അദ്ദേഹം ആകെ ഒരു ധർമ്മസങ്കടത്തിലായ സമയത്ത് ഭഗവാൻ കൊടുത്ത ഒരു ഉപദേശം എങ്ങനെ ആയിരിക്കണം, നമ്മൾ ശാരീരിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ആത്മാവാണ്, നമ്മൾ ശരിക്കും ശരീരമല്ല എന്നുള്ള ഒരു സന്ദേശം. അതുപോലെ ധാരാളം സന്ദേശങ്ങൾ ഈ മാനവരാശിക്ക്, പ്രത്യേകിച്ച് നമുക്ക് 4 യുഗങ്ങളുണ്ട്. ഇപ്പോൾ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലൊരു 5500 വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 4,32,000 വർഷങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഇപ്പം തന്നെ കലിയുഗത്തിലെ അധർമ്മം എത്രത്തോളമാണ്, ലഹരി എത്രത്തോളം നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്നു, നമ്മുടെ കുഞ്ഞു കുട്ടികൾ എത്രത്തോളം വഴിതെറ്റി പോകുന്നു, ഗുരുത്വം എത്രത്തോളം കുഞ്ഞുങ്ങളിലുണ്ട്, മാതാപിതാക്കന്മാരെ അവർ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ എത്രത്തോളം അവർ അംഗീകരിക്കുന്നുണ്ട് ഒക്കെ നമുക്കറിയാം. അവർ അവരുടേതായ ഒരു വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ ഹൃദയവേദനയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ചുറ്റിനും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അത് മതത്തിന് അതീതമായിട്ട് ഒരു മതവുമില്ല. ഇവിടെ മാനവരാശിക്ക് നന്മയ്ക്ക് ഉതകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഒരു 5 വയസ്സ് കുഞ്ഞു മുതൽ കതിരിന്മേൽ വളം വയ്ക്കും മാതിരി പ്രായമായ 60 വയസ്സിലല്ല ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും വായിക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു അന്ധമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. അയ്യോ ഇപ്പോഴേ ഭക്തിയോ സന്യാസമോ, അങ്ങനെയല്ല. ഇത് സന്യാസമല്ല, നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്തു പോവുക. നമ്മുടെ ആധ്യാത്മിക ജീവിതവും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ജീവിതവും തമ്മിൽ ഒരു ബാലൻസ് വേണം. എവിടെയും ഇതിൽ 2ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ സാഖ്യയോഗമാണ്. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അനലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ബോഡി ആൻഡ് സോൾ എന്ന് പറയുന്നതാണ്. വിശകലന പഠനം.
അതിനെ ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ, +2 പരീക്ഷ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റത്തിന് അമ്മയോ അച്ഛനോ ശാസിക്കുമ്പോൾ കുട്ടികൾ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു? അപ്പോൾ ഇതിനൊന്നും ഉത്തരവില്ല. ഇങ്ങനെയുള്ള ധാരാളം നമ്മുടെ സമൂഹത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമാണ് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ് എന്ന് പറയുന്നത്. ഒരു 5 വയസ്സ് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീത ക്ലാസ്സിലേക്ക്. നമ്മുടെ മാനവരാശിയുടെ മാനുവലാണ്. എങ്ങനെ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും. നമുക്കെപ്പോഴും അസഹിഷ്ണുതയാണ്. ആര് എന്ത് ചെയ്താലും നമുക്കൊരു സമാധാനമില്ല, സന്തോഷമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് സഹിക്കാൻ. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മൊബൈലിൽ എന്താ ചെയ്യുന്നത്? അവരെല്ലാം വേറൊരു ലോകത്താണ്. നമുക്ക് ആരോടും മനുഷ്യരുടെ മുഖത്ത് നോക്കാനോ ആരെയും ഹെൽപ്പ് ചെയ്യാനോ ഒരാൾ വഴിയിൽ കിടന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കാനോ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് എല്ലാം ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ഒരു സമയത്തിൽ എനിക്ക് എല്ലാമേ വിശദീകരിക്കാനായിട്ട് കഴിയില്ല. അത് വളരെ ചുരുക്കിയിട്ട് ഞാനിങ്ങനെ പറയുകയാണ്. ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് ഒരു മതത്തിൻ്റെയും ഗ്രന്ഥമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു മതഗ്രന്ഥമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ യഥാർത്ഥത്തിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ഭഗവത്ഗീത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. ഹരേ കൃഷ്ണ. അദ്വൈതം സ്വാവധൂതം പരിചയ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സാഗണലളിതാ ശ്രീവിശാഖാനുദാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി നമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേഭ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കൃഷ്ണ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് മഴ പെയ്ക്കുന്നത്. അതിന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ശ്ലോകം തന്നിട്ടുണ്ട്. വർഷാത് ഇന്ദ്രോ, വർഷം. ഇനി അഗ്നി എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത്? അതും ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ്. ഇത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എങ്ങനെയാണ്? ഭഗവാന്റെ ഭരണത്താണ്.